ഹോസ്റ്റലില് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണേ. ഇതിന് തേങ്ങ പൊട്ടിക്കോ അരക്കോ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുവേ. ഇതിന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നാ പറയുന്നത്. ഈ ഒരു പാക്കറ്റിന് 50 രൂപയാണ്. ഇത് വെച്ചിട്ടാട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞുള്ളി ഇല്ലേ, അത് വേണം. അതിങ്ങനെ കുനുകുനാന്ന് അരിയണേ. പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാ മതിയേ. ഈ അരിഞ്ഞതിലോട്ട് നമ്മുടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കണേ. ഇതൊരു അരിപ്പൊടി പോലെയൊക്കെ ഇരിക്കും കേട്ടോ. ഈ ഒരു പാക്കറ്റ് ഇല്ലേ, ഇത് കുറെ നാൾ ഇരിക്കും കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരിടി ഇളക്കണം കേട്ടോ. നമ്മള് വീട്ടിലുണ്ടാക്കുന്നില്ലേ അതേപോലത്തെ പക്ക ചമ്മന്തി ആയിട്ടങ്ങ് കിട്ടും. എന്റെ ഒരു ഫേവറേറ്റ് ആട്ടോ ഈ ചമ്മന്തി മോരുകറിയും. നമ്മുടെ ഹോസ്റ്റലേഴ്സിനൊക്കെ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ ഇത്. ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ വയറ് നിറയെ ചോറ് കഴിക്കാൻ. ഞാൻ കഞ്ഞിയുടെ കൂടെ ആട്ടോ ഈ ചമ്മന്തി കഴിക്കാൻ പോകുന്നത്. ചോറ് ഞാൻ മെസ്സിന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിലോട്ട് കുറച്ച് വെള്ളവും തൈരും കൂടെ ഒഴിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനച്ചാർ ഉണ്ടായിരുന്നേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക. ഇതിന്റെ കൂടെ ഒരു ഉണക്കമീനും കൂടെ വേണമായിരുന്നു. ഒരു പഴങ്ങിഞ്ഞി കുടിച്ച ഫീൽ ആയിരുന്നു. പഴങ്ങിഞ്ഞി ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യണേ.